ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഫുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അത് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷനായി വരൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു മോയ്സ്ചറൈസ് ക്രീമാണ്. ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസ് ക്രീമാണ്. അത് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ആ ക്രീം. ഇതിന്റെ പേരാണ് സെറ്റാഫിൽ. ഞാൻ ഇത് 1 വീക്കായിട്ട് ഉപയോഗിച്ച് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്കും കിട്ടും ഇത് യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ. അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടാവും ഈ ഒരു ക്രീം തേച്ചാൽ. ഇത് നല്ലൊരു ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ ആണ്. നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും, സ്കിന്നിനെ നല്ലപോലെ സോഫ്റ്റ് ആക്കി വെക്കുകയും ചെയ്യും. ഇത് യൂസ് ചെയ്യേണ്ടത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഫേസ് വാഷ് കൊടുത്തതിന് ശേഷം മുഖം നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. സെറ്റാഫിലിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മുഖത്തുണ്ടാകുന്ന മുഖക്കുരുവിനെ നല്ല രീതിയിൽ തടയും. ഇത് വിന്റർ സീസണിലാണ് യൂസ് ചെയ്യാൻ ബെസ്റ്റ്. ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് സെറ്റാഫിൽ. ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. ഇതിന് വളരെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടുകയും ചെയ്യും, നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, എസെൻഷ്യൽ വൈറ്റമിൻ B5, B3 ആൻഡ് E, പിന്നെ വാട്ടർ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിന്റെ ഡീറ്റെയിൽസ് കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തേക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് കയറി ഒന്ന് നോക്കുക. ഇനി ഞാൻ ഈ സെറ്റാഫിലിന്റെ ക്രീം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് ലൈവായിട്ട് നിങ്ങളെ കാണിക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഈ സെറ്റാഫിൽ ഇപ്പം എൻ്റെ കയ്യിലോട്ട് കുറച്ചിട്ട് കൊടുക്കുകയാണ്, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. അങ്ങനെ ഇത്രയും മതിയാവും. ഇനി ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ ഈ സെറ്റാഫിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇത് നൈറ്റാണ് ചെയ്യുന്നത്. രാവിലെയും ചെയ്യാം കേട്ടോ. രാവിലെ 2 നേരമാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. മുഖക്കുരു ഒക്കെ വരുന്നത് നല്ല രീതിയിൽ നമ്മുടെ ഫേസിനെ തടയും. കുറച്ച് നെക്കിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിന്റെ ഈ ഏരിയ മാത്രം ഒന്ന് ഒഴിവാക്കണേ. 3-4 മിനിറ്റ് നല്ലപോലെ നമ്മുടെ ഫേസിൽ നല്ലൊരു മസാജ് നമ്മൾ കൊടുക്കണം. ഇത് ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ്. നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 വീക്ക് ആയിട്ടുള്ളൂ. എനിക്ക് നല്ല മാറ്റം ഉള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. നെക്കിലൊക്കെ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. നമുക്ക് ഫേസിലും നെക്കിലും എല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. നല്ല സ്മെല്ലൊന്നുമില്ല കേട്ടോ. എന്നിട്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കളയാം.